റിവിറ്റ് MVP മലയാളം ട്യൂട്ടോറിയലിന്റെ 81ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ സൺ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് സൺ സെറ്റിംഗ്, എന്തിനാണ് സൺ സെറ്റിംഗ് എന്നൊക്കെ ഉള്ള ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സൺ സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. എന്തിനാണ് ഈ നാച്ചുറൽ ലൈറ്റ് പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഷാഡോ മറ്റൊരു ബിൽഡിങ്, ഇപ്പോൾ തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് ബാധിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺ സെറ്റിങ് അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിയലിസ്റ്റിക്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ഈ ട്രീ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം, കാരണം അത്രയും ലോഡ് കുറഞ്ഞിരിക്കും സിസ്റ്റത്തിന്. ഓക്കെ, അതിനുശേഷം ഇവിടെ വ്യൂ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷാഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഷാഡോ ഓഫ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഞാൻ ഇതിന് ഓണാക്കി കൊടുക്കുകയാണ്. ഓണാക്കി കൊടുക്കുന്നുണ്ടോ, ഇവിടെ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഷാഡോ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു ഷാഡോ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലും അതനുസരിച്ചിട്ട് ആ ഷാഡോ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അതായത് റിയൽ ആയിട്ടുള്ളൊരു ഷാഡോ അല്ല ഈ കാണിക്കുന്നത്. നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഷാഡോയുടെ പൊസിഷനും മാറുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഷാഡോ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിലേക്ക് നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ നാച്ചുറൽ ലൈറ്റ് നമ്മളൊരു പ്രൊജക്റ്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ലൈറ്റ് മൂലം ഉണ്ടാകുന്ന ഷാഡോ ഏത് രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് വരുന്നതെന്നൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൺ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓഫാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സൺ പാത്ത് ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ സൺ പാത്ത് ഓൺ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടുമല്ല, ഇവിടെ സൺ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഈ ടാബിനകത്താണ് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രം ലൈറ്റ് ഇടും. നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആസിമത്ത് ആംഗിളും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ആസിമത്ത് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് സണ്ണിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റിനെയാണ് അസിമത്ത് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും, അതായത് ഗ്രൗണ്ടിൻ്റെ ഒരു പോയിന്റിൽ നിന്നും സണ്ണിലേക്കുള്ള ആംഗിൾ, ഇതിനെയാണ് ആൾട്ടിറ്റ്യൂഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് ആംഗിളിൽ നിന്നാണോ അസിമത്ത് വേണ്ടത്, അതുപോലെ ആൾട്ടിറ്റ്യൂഡ് എവിടെ നിന്നാണോ വേണ്ടത്, ആ ഒരു ആംഗിൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും സണ്ണിൻ്റെ അല്ലെങ്കിൽ സൺലൈറ്റ് വരുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു ഷാഡോ ആയിരിക്കും ഇവിടെ നമുക്ക് പ്രൊജക്റ്റിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാം ആ ഒരു പൊസിഷനിലാണ് ഇപ്പം ഇവിടെ ഒരു ഷാഡോ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഷാഡോ ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ സ്റ്റിൽ എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അതായത് ഇപ്പം എനിക്കിവിടെ ഡേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ടൈമും കൊടുക്കാനായിട്ട് സാധിക്കും, അതുപോലെ ഇവിടെ ലൊക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഈ സമയത്ത് ഇന്ന ദിവസം സണ്ണിൻ്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സൺലൈറ്റ് വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഹൈറ്റിന് കണക്കാക്കിക്കൊണ്ട് എത്രത്തോളം ഷാഡോ വരുന്നുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ലൊക്കേഷൻ കൊടുക്കുകയാണ്. ലൊക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു ഡോട്ടഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നത്, ഓക്കെ, നമുക്ക് ആക്യുറേറ്റഡ് ആയിട്ടുള്ളൊരു പോയിന്റ് കിട്ടത്തില്ല. പിന്നെ മാക്സിമം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒരു ലൊക്കേഷനിലേക്ക് വരാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ എറണാകുളം എന്ന് കൊടുത്തു, പക്ഷേ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി അത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ കൊല്ലം എന്ന് കൊടുത്ത് സെർച്ച് ചെയ്തു. അപ്പോൾ കൊല്ലം എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോഴേക്കും ഇവിടെ ലൊക്കേഷൻ അഡ്രസ്സ് ഇവിടെ കൊല്ലം എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഡേറ്റ് ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പം ഇന്നത്തെ ഒരു ഡേറ്റ്, ഓക്കെ, ഇന്നെന്ന് പറയുന്നത് 19/1/2025. ഓക്കെ, എനിക്ക് ഈ ഒരു ഡേറ്റിന് കൊല്ലത്ത് ഈ സമയത്ത് സൺലൈറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്തു, ഓക്കെ എടുത്തു. ഓക്കെ എടുത്തതിന് ശേഷം ഞാനിവിടെ സൺ പാത്തിനുള്ളിൽ സൺ പാത്ത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. സൺ പാത്ത് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ആ ഒരു ഗ്രാഫ് മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. സണ്ണിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, സൺ സഞ്ചരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ് പോകുന്നത്. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് മാത്രമല്ല സഞ്ചരിക്കുന്ന, ഈ സൗത്തിലേക്ക് അല്പം ചരിഞ്ഞിട്ടാണ് സണ്ണിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1 മണി സമയത്ത് കണ്ടോ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മണി സമയത്ത് എനിക്ക് കൊല്ലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നതെങ്കിൽ സണ്ണിൻ്റെ പൊസിഷൻ ഇതായിരിക്കും. ഓക്കെ, അതനുസരിച്ചുള്ള ഷാഡോ കിട്ടണമെങ്കിൽ ഇവിടെ ഷാഡോ ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഷാഡോ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഷാഡോ ഓൺ ആയിരുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ഷാഡോ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ
ആ ഷാഡോയുടെ പൊസിഷൻ ഒന്നും മാറുന്നില്ല, സെയിം രീതി തന്നെയാണ്, സണ്ണിൻ്റെ പൊസിഷനിൽ തന്നെയാണ് ആ ഷാഡോ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് സൺ പാത്ത് ആവശ്യമില്ല എങ്കിൽ സൺ പാത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് അവിടെ ഷാഡോ പോകത്തില്ല. ഷാഡോ പോകണമെങ്കിൽ ഇവിടെ ഷാഡോ തന്നെ ഓഫ് ചെയ്യണം. ഓക്കെ, ഷാഡോ ഓഫ് ചെയ്താൽ മാത്രമേ ആ ഷാഡോ പോകുള്ളൂ. എനിക്കിപ്പോൾ പ്രൊജക്റ്റിൽ ഷാഡോ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെ ഷാഡോ ഓൺ ആക്കി വെച്ചാൽ മതി. ഇനി അതല്ല സൺ പാത്തൂടെ കിട്ടണമെങ്കിൽ പാത്ത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പാത്ത് കിട്ടും. ഓക്കെ, പിന്നെ പാത്ത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ടൈം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാനും പറ്റും. ടൈം ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് സണ്ണിൻ്റെ പൊസിഷൻ മാറും. അതല്ല എങ്കിൽ ഇവിടെ മാനുവലായിട്ട് നമുക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ ടൈം മാറിയിട്ടുണ്ട്. ഡേറ്റ് വേണമെങ്കിൽ അതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ സെറ്റിങ്സിലേക്ക് പോകാതെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ സൺ സെറ്റിങ്ങിൽ ഇവിടെ ഒരു വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സിംഗിൾ ഡേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ഡേ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ദിവസം ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഇന്ന ദിവസം മൾട്ടിപ്പിൾ ടൈംസിൽ, ഇപ്പം മീൻസ് എനിക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരാം എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഈ ഒരു ടൈം കൊടുക്കുകയാണ്. ഈ ടൈം വരെയുള്ള ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ സൺ പാത്തൊക്കെ എനിക്ക് കിട്ടണം. അതിനുശേഷം ഞാനിവിടെ ഓക്കെ എടുക്കുമ്പോൾ കണ്ടോ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കിട്ടും. ഇത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു സോളാർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സൺ പാത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോളാർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം വരെയുള്ള ഒരു കണ്ടീഷൻ കാണിച്ചു തരും. അതായത് ഞാനൊരു സ്റ്റാർട്ടിങ്ങിനുള്ളൊരു ടൈമും കൊടുത്തിട്ടുണ്ട്, എവിടെ വരെ വേണം എന്നുള്ളൊരു എൻഡിങ് ടൈമും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ എൻഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള സൺലൈറ്റിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരും, ഒരു വീഡിയോ പോലെ കാണിച്ചു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്തിൽ കൂടെ സൺ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഷാഡോയും അതുപോലെ സൺലൈറ്റിൻ്റെ പൊസിഷനെല്ലാം മാറുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതല്ല ഇനി എനിക്ക് ഇതിൻ്റെ ഓരോ ഫ്രെയിമായിട്ട് കാണണമെങ്കിൽ അതും പോസിബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നെക്സ്റ്റ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും കാണിച്ചു തരും. ഓരോ ഫ്രെയിം എന്ന് വെച്ചാൽ ഓരോ ടൈമാണ്. ഈ ഫ്രെയിമിനൊരു ടൈം ഡിസ്റ്റൻസ് ഉണ്ട്. അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ കൊടുക്കുന്നതനുസരിച്ചിട്ടുണ്ട് ആ സണ്ണിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്, സൺലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് എല്ലാം ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഫ്രെയിം റേറ്റിൻ്റെ ടൈം മാറ്റി കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നേരെ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ 1 hour ആണ് കിടക്കുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം 15 minute എന്നുള്ള രീതിയിൽ കൊടുക്കണം. അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ നെക്സ്റ്റ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓരോ മാറുന്നുണ്ട്, ഓരോ ഫ്രെയിമായിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതൊരു വീഡിയോ ഒരു പ്ലേ ബാക്ക് പോലെ കൊടുക്കുകയാണെങ്കിൽ ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് സോളാർ സ്റ്റഡി നടത്തുന്നത്. ഇനി ഇവിടെ മൾട്ടിപ്പിൾ ഡേ ഉണ്ട്. മൾട്ടി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ അല്ല മൾട്ടിപ്പിൾ ഡേയ്സിൻ്റെ സൺബാത്ത് ഔട്ട്പുട്ട് എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഡേറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തെ ഡേറ്റ് ആണ്, എവിടെ മുതൽ ഏത് ഡേറ്റ് വരെയാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഡേറ്റ് ഫ്രമും ടൂം ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ടൈമും കൊടുക്കുക. ടൈം ഒരു ദിവസത്തെ ടൈമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ഒരു ടൈമാണ് വേണ്ടതെങ്കിൽ ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസത്തേക്കാണോ കൊടുക്കുന്നത് അത്രയും ദിവസത്തെ ഈ ടൈം വെച്ചുകൊണ്ടുള്ളൊരു സൺപാത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പോൾ ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ ഡേയ്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് ദിവസത്തേക്കും കൊടുക്കില്ല. ഒരുപാട് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു സ്റ്റഡി നടത്താനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മിനിമം ഒരു 2-3 ദിവസത്തേക്ക് ടൈമിൽ ഡേറ്റിൽ ചെറിയൊരു ടൈം പീരീഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് നന്നായിട്ട് തന്നെ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് സോളാർ സ്റ്റഡി ചെയ്യാൻ കഴിയുന്നത്. ഇനി വേറൊരു കാര്യം ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോളാർ സ്റ്റഡി ഇതിൽ മാത്രമല്ല പ്ലേ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സോളാർ സ്റ്റഡി എടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനിവിടെ ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫയലിൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കണം. ഇതിനകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കണം. ഇതിനകത്ത് സോളാർ സ്റ്റഡി ഉണ്ട്. സോളാർ സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഫ്രെയിം റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഓൾ ഫ്രെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ റിയലിസ്റ്റിക് ആണോ, ഏത് രീതിയിലാണ് എനിക്ക് ഈ ഒരു ഔട്ട്പുട്ട് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. റെൻഡറിങ് ആണോ അതോ റിയലിസ്റ്റിക് ആണോ എന്താണെന്നുള്ള ചോദിക്കുന്നുണ്ട്. റെൻഡറിങ് ആകുമ്പോൾ ടൈം ഒരുപാട് എടുക്കും ഡൗൺലോഡ് ആവാനായിട്ടൊക്കെ. അപ്പം ഞാനിവിടെ റിയലിസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളത് ടൈം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ 15 തന്നെ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ
ഓക്കെ കൊടുത്താൽ എനിക്ക് ഏത് ഫയലിലേക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എനിക്ക് ഇപ്പോൾ ന്യൂ ഫോൾഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തേക്കാണ് എനിക്ക് കോപ്പി ചെയ്യേണ്ടത്. ഞാനിവിടെ സേവ് കൊടുത്തു. ഫുൾ ഫ്രെയിം ഈ ഒരു നമ്മളിപ്പോൾ കാണുന്ന എങ്ങനെയാണോ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഫയലിൽ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഫയലിലേക്ക് പോകാം. ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ പ്ലെയർ, എനിക്കൊരു പ്ലെയറിനകത്ത് മാത്രമേ ഇത് ഓപ്പൺ ആകും. ഓക്കെ, എന്തോ ഒരു എറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.